എല്ലാവർക്കും ജോക്കച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇരുമ്പാമ്പുളി ചിലിമ്പിക്ക എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഇതുകൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത് അധികം മൂക്കാത്ത ഇരുമ്പാമ്പുളി വേണം എടുക്കാനായിട്ട്. പിഞ്ചോ അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടുള്ള ഇരുമ്പാമ്പുളി വേണം നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ഞാനെല്ലാം നന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ ഇതിലെ പുളിയൊക്കെ ഒന്ന് കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റാം. പ്രമേഹ രോഗികൾക്കൊക്കെ ഇരുമ്പാമ്പുളി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമ്മുടെ ഇരുമ്പാമ്പുളിക്ക്. അമിതവണ്ണം ഉള്ളവർക്കും അതുപോലെ തന്നെ ജലദോഷം, കഫക്കെട്ട് അങ്ങനെ ഉള്ളതൊക്കെ മാറും നമ്മൾ ഈ ഇരുമ്പാമ്പുളി ഉപയോഗിക്കുന്നത് കൊണ്ട്. അതുപോലെ ഓവറായിട്ട് ഉപയോഗിച്ചാൽ കരളിനെ ബാധിക്കും എന്നും പഠനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതും കൊണ്ടുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിലിമ്പിക്ക തോരനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങയും ഒരു വലിയ സവോളയും കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരനാണിത്. അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സവോള ഒന്ന് ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടിയ പരുവത്തിലാകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ചിലിമ്പിക്കയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരൻ കറിയാണിത്. ഇപ്പോൾ ഇത് മാത്രമായിട്ട് കഴിക്കാനായിട്ട് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. മറ്റു കറികളിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിലിവിടെ ചിലിമ്പിക്ക ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അരമുറി തേങ്ങയും കൂടെ ചിരകിയത് ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കണം. അപ്പോൾ അധികം നേരമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഞാൻ മൂടി വെച്ച് വേവിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇരുമ്പാമ്പുള്ളിയിൽ നിറച്ചും വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടെ ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. ഇപ്പം നമ്മുടെ തോരനൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ